വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ട് എ മൊഡ്യൂൾ 1 റിനൈൻസസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്. ഇവിടെ റിനൈൻസസ് എന്ന ടോപ്പിക്കിന്റെ 3 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കേരള റിനൈൻസസ് ലീഡേഴ്സിന്റെ 20 നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. 20 റിനൈൻസസ് ലീഡേഴ്സ് മാത്രമല്ല, ഇനി നമുക്കൊരു 14 റിനൈൻസസ് ലീഡേഴ്സ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ വിമൻസ് മൂവ്മെന്റ് ഇൻ കേരള നമ്മുടെ സ്ത്രീകളായിട്ടുള്ള നവോത്ഥാന നായികന്മാരെ കുറിച്ചും നമുക്കിവിടെ പഠിക്കാനുണ്ട്. അതുപോലെ കേരളത്തിൽ നടന്ന സമരങ്ങൾ, അജിറ്റേഷൻ, സ്ട്രൈക്ക്, സ്ട്രഗിൾസ് ഇൻ കേരള. ഇത്രയും ഒരു ടോപ്പിക്ക് കൂടി നമുക്ക് റിനൈൻസസിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ഫ്രീഡം മൂവ്മെന്റ് ക്ലാസ് അനീഷ സാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീഡം മൂവ്മെന്റ് ഒക്കെ ഒരു വലിയ ടോപ്പിക്കാണ്. ഈ ഫ്രീഡം മൂവ്മെന്റ് ക്ലാസ് അതേപോലെ റിനൈൻസസ് ഒക്കെ നമുക്ക് 2 ഭാഗത്തും ഗുണം ചെയ്യും, പാർട്ട് എയിലും പാർട്ട് ബിയിലും. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ മലയാളം കൂടി ഇതിന്റെ ഒപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. അപ്പൊ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾക്കൊക്കെ അത് നമ്മൾ എവിടെയും കൂടി അത് ഉപകാരം ചെയ്യും. പാർട്ട് ബിയിലും അത് ഉപകാരം ചെയ്യും. പാർട്ട് ബിയിൽ നിന്ന് അതിന്റെ മലയാളം നമ്മൾ എടുക്കുന്നതാണ്, കാരണം അവിടെ മലയാളത്തിലാണുള്ള ചോദ്യങ്ങൾ. അപ്പോ ഇവിടെ ഈ റിനൈൻസസിന്റെ 2ാമത്തെ ഒരു പാർട്ട് നോട്ടും കിട്ടും. ഒരു ഫസ്റ്റ് പാർട്ട് നോട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ 20 റിനൈൻസസ് ലീഡേഴ്സും അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു 100 ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 20 റിനൈൻസസ് ലീഡേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഇനിയും കുറച്ച് പ്രധാനപ്പെട്ട റിനൈൻസസ് ലീഡേഴ്സിനെ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ മക്തി തങ്ങൾ 1847 1912, 1847 1912. CV രാമൻപിള്ള 1858 1922. GP പിള്ള, ബാരിസ്റ്റർ പിള്ള 1864 1903. ജസ്റ്റ് അവരുടെ ഒരു കാലഘട്ടം കൊടുക്കുകയാണ്. C കൃഷ്ണൻ 1867 1838. CV കുഞ്ഞിരാമൻ 1871 1949. മൂർക്കോത്ത് കുമാരൻ 1874 1941. TK മാധവൻ 1805 1930. അതുപോലെ KP കേശവമേനോൻ എന്നാണ് 1886 1978. ദെൻ ചെമ്പകരാമൻ പിള്ളை 1891 1934. ദെൻ KP വല്ലോൻ എന്നാണ് 1894 1940. വേലിക്കുട്ടി അരയൻ 1894 1969. ആനന്ദ തീർത്ഥൻ 1905 1987. EMS നമ്പൂതിരിപ്പാട് 1909 1998. K കേളപ്പൻ 1889 1971. P കൃഷ്ണപിള്ള 1906 1948. ഇപ്പൊ ഇത്രയും 15 റിനൈൻസസ് ലീഡേഴ്സിനെ കൂടിയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ 20 എണ്ണം നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. അതിന്റെ 100 ക്വസ്റ്റ്യനും ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ പഠിക്കുക. അപ്പൊ ആദ്യം നമുക്ക് എങ്ങോട്ട് പോവാം? മക്തി തങ്ങളിലേക്ക് പോവാം. മക്തി തങ്ങൾ 1847 1912 അദ്ദേഹത്തിന്റെ ഒരു ജീവിത കാലഘട്ടം. 1847 1912. ബർത്ത് പ്ലേസ് എവിടെയാണ്? പൊന്നാനിയിലാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻ ആണ് ഇത്, നബി നയനം എന്നുള്ളത്. നമ്മുടെ മക്തി തങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അവിടെ വക്കും അബ്ദുൽ ഖാദർ മൗലി എന്നൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഒക്കെ വരും. അപ്പോൾ നബി നയനം ആരുടെ പബ്ലിക്കേഷൻ ആണ്? മക്തി തങ്ങളുടെ പബ്ലിക്കേഷൻ ആണ്. ഓക്കെ. He is considered as the pioneer of Kerala Muslim Renaissance. Pioneer of Kerala Muslim Renaissance. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ തുടക്കക്കാരൻ. പോയിനിയർ എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്? പയനിയർ എന്നൊക്കെ പറഞ്ഞാൽ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ തുടക്കക്കാരൻ. ആൻഡ് ദ ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് കേരള. ഇതൊക്കെ മക്തി തങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അത് വക്കം അബ്ദുൽ ഖാദർ മൗലിയൊക്കെ അവിടെ ബന്ധപ്പെട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ സാധ്യത ഉണ്ടാവും. He was the first Malabar Muslim to write a book in native language of Malayalam named കടോര കോതാരം ഇൻ ഇയർ 1884. അപ്പൊ അദ്ദേഹമായിട്ട് ഫസ്റ്റ് മലബാർ മുസ്ലിം ടു റൈറ്റ് എ ബുക്ക്. മലബാറിലെ ആദ്യത്തെ പുസ്തകം എഴുതിയുള്ള ഒരു മുസ്ലിമാണ്. നേറ്റീവ് ലാംഗ്വേജിൽ മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ ഫസ്റ്റ് മലബാർ മുസ്ലിം ടു റൈറ്റ് എ ബുക്ക്. ഏതാണ് ആ പുസ്തകത്തിന്റെ പേര്? കടോര കോതാരം. ഓക്കെ. ഇൻ ഇയർ 1884. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വർഷങ്ങളിലൊക്കെ വല്ല മിസ്റ്റേക്കോ എന്തൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, ഞാനത് നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിൽ അത് മെൻഷൻ ചെയ്യും. പിന്നെ ഇതിൽ ഇത്ര പേജിൽ ഇതിന്റെ മിസ്റ്റേക്ക് ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് അത് പ്രിന്റ് ഒക്കെ എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, അവിടെയൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ എല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ടേ പോവുള്ളൂ, തെറ്റായിട്ടൊന്നും പഠിച്ചു പോകില്ല. പല ആളുകൾ ഇപ്പോൾ ക്ലാസ് കണ്ട പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന കൺഫ്യൂഷനൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ വളരെ ഒരു സഹായമാണ്, നല്ലൊരു സന്തോഷമാണ്. കാര്യം അത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് പഠിച്ചു പോകാമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മാക്സിമം എല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യെസ്. ഇൻ 1885 he wrote another book named പർപ്പോകാരി and it was named
ഇനീഷ്യേറ്റീവ് ഫോർ ദ റിഫോർമേഷൻ വർക്ക്. 1885 അദ്ദേഹം അടുത്തൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് ആ പുസ്തകത്തിന് പേര്? പർപ്പോകാരി. ഇപ്പൊ ഞാനത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നെറ്റിൽ നിന്ന് കിട്ടിയതാണ് ഇതൊക്കെ. അപ്പൊ അതില് ചിലതിന്റെ ഉച്ചാരണം കഴിയും. ഇപ്പൊ ഈ മലയാളത്തിൽ ഇങ്ങനെ വരുന്നതൊക്കെ, അപ്പൊ അതുകൊണ്ട് അത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ വെച്ചിട്ട് ഈ പർപ്പോകാരി കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടിയതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം അത് അവിടെ അതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കുക. ഓക്കെ. ആൻഡ് ഇറ്റ് വാസ് നെയ്മഡ് ആസ് ഇനീഷ്യേറ്റീവ് ഫോർ ദ റിഫോർമേഷൻ വർക്ക്. ഇത് അദ്ദേഹത്തിന്റെ റിഫോർമേഷൻ വർക്കിന്റെ ഭാഗമായിട്ട് 1885 അദ്ദേഹം എഴുതിയൊരു പുസ്തകമായിരുന്നത് പർപ്പോകാരി. ആരാണ്? മക്തി തങ്ങൾ. മുസ്ലിം ജനവും വിദ്യാഭ്യാസവും, മുസ്ലിംസ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇത് ആരുമായി ബന്ധപ്പെട്ടതാ? നമ്മുടെ മക്തി തങ്ങളുമായി ബന്ധപ്പെട്ടാണ്. വാസ് എമംഗ് നോട്ടബിൾ വർക്ക് പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷണൽ റിഫോർമേഷൻ ഓഫ് സൊസൈറ്റി. ഓക്കെ. മുസ്ലിം ആൻഡ് എഡ്യൂക്കേഷൻ നമ്മുടെ മക്തി തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. ഇനി രണ്ടാമത് സി വി രാമൻപിള്ള 1858 1922. എവിടെ അദ്ദേഹം ജനിച്ചത്? ബർത്ത് പ്ലേസ് അരയൂർ, തിരുവനന്തപുരം. അരയൂർ, തിരുവനന്തപുരം. ഓക്കെ. അപ്പൊ നമ്മളെ തിരുവനന്തപുരത്തൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. തിരുവനന്തപുരത്ത് അരയൂറുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഓക്കെ. ചാനക്കര വേലായുധ രാമൻപിള്ള. ചന്നക്കര എന്നല്ലേ? വേലായുധൻ രാമൻപിള്ള. ഓക്കെ. ചന്നക്കര വേലായുധൻ രാമൻപിള്ള എന്നാണ് ഇത്. നമ്മുടെ സി വി രാമൻ, ഇതിന്റെ ഫുൾ ഫോം ഉണ്ടോ? ഓൾസോ നോൺ ആസ് കേരള സ്കൗട്ട്. അത് പ്രധാനപ്പെട്ട കേരള സ്കൗട്ടാണ് ആര്? രാമൻപിള്ള. കേരള സ്കൗട്ട് എന്നറിയപ്പെടുന്ന ആര്? രാമൻ പിള്ള. ഓക്കെ. കേരള സ്കൗട്ട് മാറാൻ പാടില്ല, കൺഫ്യൂഷൻ വരും. കേരള സ്കൗട്ട് എന്നറിയപ്പെടുന്ന ആരാണ്? രാമൻ പിള്ളയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ഇത് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ആരുടെ പ്രധാനപ്പെട്ട വർക്കാണ്? രാമൻ പിള്ളയുടെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് മാർത്താണ്ഡവർമ്മ. ദ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ നോവൽ ഇൻ മലയാളം. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് ഇത് മാർത്താണ്ഡവർമ്മ. എന്നത് എഴുതിയത് 1885. പക്ഷെ അത് പബ്ലിഷ് ചെയ്തത് 1891. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. എഴുതിയത് ആരാണ്? സി വി രാമൻപിള്ളയാണ്. നമ്മുടെ കേരള സ്കൗട്ട് എന്നറിയപ്പെടുന്ന അരയൂരിൽ ജനിച്ച നമ്മുടെ സി വി രാമൻപിള്ള ആണ് ഇത് ഈ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ നോവലായിട്ടുള്ള മാർത്താണ്ഡവർമ്മ 1885 ഇതിന്റെ ഒരു 6 വർഷം കഴിഞ്ഞത് പബ്ലിഷ് ചെയ്തു അല്ലെ. 1891 എന്തുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ധർമ്മരാജ അദ്ദേഹത്തിന്റെ അടുത്തൊരു വർക്കാണ് 1913. അപ്പോൾ ഈ സി വി രാമൻപിള്ളയുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ഏതെല്ലാമാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ പഠിച്ചു നോക്കുക. നമ്മുടെ ചോദ്യങ്ങളൊക്കെ വളരെ ആഴത്തിലാണല്ലോ, ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ സി വി രാമൻപിള്ള അടുത്തൊരു വർക്കാണ് ധർമ്മരാജ 1913. ഇൻ 1915 he wrote social novel പ്രേമാമൃതം, വിച്ച് ഈസ് ദ ഫസ്റ്റ് സാറ്ററിക്കൽ ഫിക്ഷൻ. ഈ സാറ്ററിക്കൽ ഫിക്ഷൻ എന്നൊക്കെ പറഞ്ഞ ആക്ഷേപഹാസ്യം എന്നൊക്കെ പറയില്ല, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ആക്ഷേപഹാസ്യ ആക്ഷേപഹാസ്യ ഫിക്ഷൻ മലയാളത്തിൽ എഴുതിയതാണ് ഇത് പ്രേമാമൃതം. ഹി wrote social novel പ്രേമാമൃതം, which is the first satirical fiction. ആക്ഷേപഹാസ്യ ഫിക്ഷൻ. അപ്പോൾ ഇംഗ്ലീഷിലുള്ള നമ്മളെ ക്വസ്റ്റ്യൻ വരിക പാർട്ട് എ. അപ്പം അത് നോക്കി വെക്കുക. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് ആണ് ഏത്? രാമരാജ ബഹദൂർ എന്ന പബ്ലിഷ് ചെയ്തത് 1918. 1918 രാമരാജ ബഹദൂർ നമ്മുടെ ഇദ്ദേഹം എന്നാണ് സി വി രാമൻപിള്ള പബ്ലിഷ് ചെയ്യുന്നത് 1918. അതുപോലെ 1891 ഡ്രാഫ്റ്റ് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് സി വി രാമൻപിള്ള wrote an editorial about the മലയാളി മെമ്മോറിയൽ in his newspaper മിതഭാഷി. This was later published as a book titled Foreign Dominion. അങ്ങനെ ഈ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടുള്ള ഡ്രാഫ്റ്റ് 1891 സി വി രാമൻപിള്ള അദ്ദേഹം എഡിറ്റോറിയൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പർ ആയിട്ടുള്ള മിതഭാഷയിൽ അതിനെ കുറിച്ച് ഈ ഡ്രാഫ്റ്റ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് മലയാളി മെമ്മോറിയലിനെ കുറിച്ച്. ഇത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ദിസ് വാസ് ലേറ്റർ പബ്ലിഷ്ഡ് ആസ് ദ ബുക്ക് ടൈറ്റിൽ ഫോറിൻ ഡൊമൈൻ. ഇത് പിന്നെ ആ ഫോറിൻ ഡൊമൈൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഒരു പുസ്തകമായിട്ട് അദ്ദേഹം ഈ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ആദ്യം അദ്ദേഹം എവിടെയാണിത് ഈ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട ഡ്രാഫ്റ്റ് അദ്ദേഹം പ്രദർശിപ്പിക്കുന്നത്? മിതഭാഷയിലാണ് കേട്ടോ. He wrote an editorial about the Malayali Memorial in his newspaper Midabashi. പിന്നെ this was later published book Foreign Dominion. Yes. ഇനി അടുത്തത് ഇദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ടുള്ള അടുത്തൊരു പോയിന്റ് ആണ്. ഓക്കെ. ബുക്ക് റിട്ടൺ ബൈ സി വി രാമൻപിള്ള ഓൺ മലയാളി മെമ്മോറിയൽ, വിദേശീയ മേധാവിത്വം. അതാണ് ഫോറിൻ ഡൊമീനിയൻ. അതിന്റെ വർഷം കേട്ടോ 1922. ഇപ്പോൾ
ബുക്ക് റിട്ടൺ ബൈ CV രാമൻ പിള്ള ഓൺ മലയാളി മെമ്മോറിയൽ. ഏതാണ്? വിദേശീയ മേധാവിത്വം, ഫോറിൻ ഡൊമീനിയൻ, 1922. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആട്ടോ. ഈ CV രാമൻപിള്ള വിദേശ മേധാവിത്വം, അതായത് ഫോറിൻ ഡൊമീനിയൻ. നമുക്ക് ഇംഗ്ലീഷിലാകുമ്പോൾ അത് അങ്ങനെ ആയിരിക്കും വരിക. ഫോറിൻ ഡൊമീനിയൻ ആരുമായി ബന്ധപ്പെട്ടതാണ്? CV രാമൻപിള്ളയാണ്. എന്നാണ് അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്തത്? 1922 അദ്ദേഹം ഇത് എഴുതുന്നത് കേട്ടോ. ബുക്ക് റിട്ടൺ ബൈ CV രാമൻപിള്ള, ഫോറിൻ ഡൊമീനിയൻ, അതായത് വിദേശീയ മേധാവിത്വം, 1922. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് CV രാമൻപിള്ള. ഇനി നമുക്ക് നേരെ നമ്മുടെ GP പിള്ളയിലേക്ക് പോവാം. 1864, 1903. 1864 ഫെബ്രുവരി 2 ആര് ജനിക്കുന്നത്? ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള, GP പിള്ള. ഗോവിന്ദൻ പരമേശ്വരനാണ് കേട്ടോ. ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള വാസ് ബോൺ ഓൺ 2 ഫെബ്രുവരി 1864. 1864 അല്ലെ? ഇപ്പോ ഫെബ്രുവരി, ഇദ്ദേഹത്തിന്റെ വർഷം ഒരു കണക്ട്, ജന്മവർഷം പഠിക്കാൻ വളരെ ഈസി ആട്ടോ. ശരിക്കും 2468 എന്നുള്ള രീതിയിൽ പോയാൽ മതി. ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ 2 ഒക്കെ ഒരു, ഇപ്പൊ ജനുവരി ഫെബ്രുവരി, അത് 2-ാം മാസം അല്ലേ? 2-ാം മാസം 2-ാം തീയതി അദ്ദേഹം ജനിച്ച ഡേ, 2-ാം ദിവസം, പിന്നെ 468 ഇങ്ങനെ തിരിച്ചു വെക്കുമ്പോൾ 468. അപ്പോ 2468 എന്ന് ഓർത്ത് വെച്ചാൽ ആരായി? നമ്മുടെ GP പിള്ളയുടെ അദ്ദേഹത്തിന്റെ ജനന വർഷം കിട്ടും, 2468. അപ്പൊ ഞാനിത് എന്ത് ചെയ്യാ, മനസ്സിൽ വരും. അപ്പോ നേരെ തിരിച്ചാ വരുള്ളൂ. 2468 എന്ന് പറയുമ്പോൾ 1864. അപ്പൊ ഇങ്ങനെ 1864. പിന്നെ 2 എന്താ? 2-ാമത്തെ ദിവസം, പിന്നെ ഫെബ്രുവരി മാസം 2-ാമത്തെ ദിവസം, 1864. ഇതൊന്നും ഇങ്ങനെ ആ സമയത്ത് ഓർമ്മ വന്നോളൂ കേട്ടോ. GP പിള്ള 1864, 1903. തിരുവനന്തപുരം ചുവാൻ അരിസ്റ്റോക്രാറ്റിക് നായർ ഫാമിലി. ഹിസ് പാരന്റ് വേർ ഹരിഹരൻ അയ്യർ ആൻഡ് കാർത്തിയാനി അമ്മ. അല്ലെ? ആരൊക്കെയാണ്? ഹരിഹരൻ അയ്യരും കാർത്തിയാനി അമ്മയാണ്. പള്ളിപ്പുറത്താണ് ജനിക്കുന്നത്. പള്ളിപ്പുറം എവിടെയാ? ട്രിവാൻഡ്രത്താണ്, തിരുവനന്തപുരം. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ GP പിള്ളയാണ്. അത് സിമ്പിൾ ചോദ്യം, അത് കുട്ടിക്കും അറിയാം. ഓക്കെ, വലിയ സംഭവം ഒന്നുമല്ല ഇപ്പൊ ബാരിസ്റ്റർ എന്നുള്ള പോയിന്റ് വന്നത്. അതുപോട്ടെ. യെസ്, നോൺ ആസ് ബാരിസ്റ്റർ GP പിള്ള, who was the first person from തിരുവനന്തപുരം to pass the barrister examination. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പൊ ബാരിസ്റ്റർ എക്സാമിനേഷൻ ആദ്യമായിട്ട് പാസ്സായ ആളാണ് ആര്? തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മുടെ ബാരിസ്റ്റർ GP പിള്ള. അതുകൊണ്ടാണ് ആ ബാരിസ്റ്റർ എന്നുള്ള പേരവിടെ വന്നിട്ടുള്ളത് കേട്ടോ. He is known as the father of political movement in modern Travancore. അടുത്തൊരു പോയിന്റ്, ഫാദർ ഓഫ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇൻ മോഡേൺ ട്രാവൻകൂർ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ബാരിസ്റ്റർ GP പിള്ള, ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള. എന്നാ ജനിക്കുന്നത്? 1864. അപ്പൊ 2468 എന്ന് ഓർത്ത് വെച്ചാൽ മതി. നേരെ തിരിച്ചിങ്ങോട്ട് പറയാം, 1864. ആ 2 എന്താണ്? 2-ാം തീയതിയാണ്. പിന്നെ 2 നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫെബ്രുവരി, ജനുവരി ഫെബ്രുവരി 2-ാം മാസം അല്ലേ? ഓക്കെ, 2468 GP പിള്ള. യെസ്. ഇനി എന്താണ്? ഹി റെഗുലർലി റോട്ട് കോളം ഇൻ വേരിയസ് ന്യൂസ് പേപ്പർ, എ ബൈ വീക്ക്ലി, വെസ്റ്റേൺ സ്റ്റാർ, 1883. അങ്ങനെ അദ്ദേഹം ന്യൂസ് പേപ്പറിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? എന്നും ഈ അന്നത്തെ ഓരോ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ന്യൂസ് പേപ്പറിൽ അദ്ദേഹം എഴുതുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു എ ബൈ വീക്ക്ലി, വെസ്റ്റേൺ സ്റ്റാർ, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടാണ്? നമ്മുടെ GP പിള്ളയുമായി ബന്ധപ്പെട്ട 1883 ആണ് ഈ വെസ്റ്റേൺ വീക്ക്ലി ആയിട്ടുള്ള വെസ്റ്റേൺ സ്റ്റാർ. ഓക്കെ, ബൈ വീക്ക്ലി വെസ്റ്റേൺ സ്റ്റാർ 1883 തുടങ്ങുന്നത് കേട്ടോ. GP പിള്ളയുമായി ബന്ധപ്പെട്ടതാണ്. ആഫ്റ്റർ ഗെയിനിങ് ലോ ഡിഗ്രി അറ്റ് ദ മദ്രാസ് പ്രസിഡൻസി കോളേജ്, ഹി വാസ് അഡ്മിറ്റഡ് ദ മിഡിൽ ടെമ്പിൾ ഇൻ ലണ്ടൻ, 1898. അങ്ങനെ അദ്ദേഹം നിയമത്തിൽ ബിരുദം നേടുകയും ഇവിടുന്നാണ് അറ്റ് ദ മദ്രാസ് പ്രസിഡൻസി കോളേജ് എന്ന് ബിരുദം എടുക്കുകയും നിയമത്തിലാണ് നിയമബിരുദം നേടുകയും. ആൻഡ് ഹി വാസ് അഡ്മിറ്റഡ് ദ മിഡിൽ ടെമ്പിൾ ഇൻ ലണ്ടൻ. അങ്ങനെ ലണ്ടനിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടി 1898. ഹി വാസ് കോൾഡ് ടു ദ ബാർ ഓഫ് ട്രാവൻകൂർ ഹൈക്കോർട്ട് ഇൻ 1902. അങ്ങനെ 1902 തിരുവിതാം ഹൈക്കോടതിയിൽ അവിടെ അദ്ദേഹം ജോലി ചെയ്തിരുന്നു നിയമജ്ഞനായിട്ട്, ബാർ ഓഫ് ട്രാവൻകൂർ ഹൈക്കോർട്ട് ഇൻ 1902. Then he came back from London and established the newspaper the Madras Standard. അങ്ങനെ ലണ്ടനിൽ നിന്ന് അദ്ദേഹം തിരിച്ചെത്തി. അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ അദ്ദേഹം കൊണ്ടുവന്നു. ഏതാണ്? മദ്രാസ് സ്റ്റാൻഡേർഡ്. അപ്പൊ മദ്രാസ് സ്റ്റാൻഡേർഡ് ന്യൂസ് പേപ്പർ ഒക്കെ ആരുമായി ബന്ധപ്പെട്ടാണ്? നമ്മുടെ GP പിള്ളയുമായി ബന്ധപ്പെട്ട. കഴിഞ്ഞ പ്രാവശ്യം HSL ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല, ഈ ന്യൂസ് പേപ്പർ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുമായി ബന്ധപ്പെട്ട പത്രങ്ങൾ ഏതെല്ലാം എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെയൊക്കെ ഇവരുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ
മാച്ച് ദ ഫോളോവിങ് ആയിരിക്കും. GP പിള്ള അദ്ദേഹത്തിന് നേരെ അദ്ദേഹത്തിന്റെ പത്രം ഏതാണ്? മദ്രാസ് സ്റ്റാൻഡേർഡ്. അല്ലെങ്കിൽ മാച്ച് ചെയ്തതിൽ ശരിയായത് ഏതെല്ലാം. അപ്പോൾ നമുക്ക് ഒരുപാട് പോയിന്റുകൾ ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. അതുപോലെ അദ്ദേഹം ദ മദ്രാസ് സ്റ്റാൻഡേർഡ് അല്ലെ, ഇംഗ്ലണ്ടും തിരിച്ചു വന്ന് അദ്ദേഹം തുടങ്ങി. ഹി ഈസ് ദ ഓൺലി മലയാളി ഹു മഹാത്മാഗാന്ധി ഹാസ് മെൻഷൻഡ് ഹിസ് ഓട്ടോബയോഗ്രഫി. ഹി ഹാസ് അസോസിയേറ്റഡ് വിത്ത് ഗാന്ധി ടു പ്രസന്റ് കേസ് അബൌട്ട് ഇന്ത്യൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക. അപ്പോൾ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ആകെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ മെൻഷൻ ചെയ്തത് ഒരേ ഒരു മലയാളിയാണ്. ആര്? നമ്മുടെ GP പിള്ള. കാരണം അദ്ദേഹം ഈ ഗാന്ധിജിയുടെ ഇന്ത്യൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന കേസിലൊക്കെ ഗാന്ധിജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആര്? നമ്മുടെ GP പിള്ള. അപ്പൊ അതുകൊണ്ട് ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണല്ലോ ഇന്ത്യൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക എന്നുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ട് ആണ് നമ്മുടെ GP പിള്ളയെ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത്. ഗാന്ധിജി അസൈൻഡ് ഹിം വിത്ത് ദ കേസ് വൈൽ ഹി വാസ് സ്റ്റഡിങ് ഇൻസ് ഓഫ് കോർട്ട് ഇൻ ലണ്ടൻ. ലണ്ടനിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ ഇതിലേക്ക് അതിനുവേണ്ടിയുള്ള അദ്ദേഹം അസൈൻ ചെയ്യുന്നത്. ഡ്യൂറിങ് ഹിസ് സ്റ്റേ ഇൻ മദ്രാസ് ഹി റെഗുലർലി റോട്ട് ഹിന്ദു, ദ മെയിൽ ആൻഡ് ദ മദ്രാസ് സ്റ്റാൻഡേർഡ്. അങ്ങനെ അദ്ദേഹം മദ്രാസിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്തൊക്കെ എല്ലാ ദിവസവും അദ്ദേഹം എഴുതുമായിരുന്നു ഹിന്ദുവിൽ, അതേപോലെ ദ മെയിൽ, ദ മദ്രാസ് സ്റ്റാൻഡേർഡ്. ഓക്കെ, യെസ്. അപ്പൊ ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഹി വാസ് വൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് ടെമ്പറൻസ് മൂവ്മെന്റ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ ടെമ്പറൻസ് മൂവ്മെന്റ് സംയമന പ്രസ്ഥാനം ആരുമായി ബന്ധപ്പെട്ടാണ്? GP പിള്ളയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നമ്മുടെ സംയമന പ്രസ്ഥാനം. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ടെമ്പറൻസ് മൂവ്മെന്റ്. ഇൻ 1902 ഹി റിട്ടേൺ ടു ട്രാവൻകൂർ ആൻഡ് എൻറോൾഡ് ബാരിസ്റ്റർ ഹൈക്കോർട്ട് ഓഫ് ട്രാവൻകൂർ. 1902 അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം തിരിച്ചെത്തി. അദ്ദേഹം ഹൈക്കോർട്ടിൽ അദ്ദേഹം ബാരിസ്റ്ററായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു. ടു ട്രാവൻകൂർ ആൻഡ് എൻറോൾഡ് ആസ് ബാരിസ്റ്റർ അറ്റ് ഹൈക്കോർട്ട് ഓഫ് ട്രാവൻകൂർ. 1902 അദ്ദേഹം മരിക്കുന്നതാണ്. ഡൈഡ് 21 May 1903. അങ്ങനെ 39ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുന്നു. 1903 May 21. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ GP പിള്ളയുടെ ജീവിത വർഷം പഠിക്കാൻ 1864 നമ്മൾ പറഞ്ഞു, 2468 എന്നുള്ളത്. അദ്ദേഹം മരണപ്പെടുന്നതെന്നാണ് May 21, 1903. ഇനി നമ്മുടെ നാലാമത്തെ നവോത്ഥാന നായകനാണ് C. കൃഷ്ണൻ. 1867 1938. 1867 1938 അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. മിതവാദി കൃഷ്ണൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു കേട്ടോ. മിതവാദി കൃഷ്ണൻ നീട്ടിയെങ്കിൽ നമുക്ക് പേര്. അപ്പൊ മിതവാദി ആരുമായി ബന്ധപ്പെട്ടാണ്? അവിടെയാണ് ചിലപ്പോൾ സംശയം വരിക. മിതവാദി കൃഷ്ണൻ, C. കൃഷ്ണൻ. 1913 1913 ഹി ബോട്ട് ദ മിതവാദി ജേണൽ ആൻഡ് പ്രസ് ഫ്രം ശിവശങ്കരൻ ഓഫ് തലശ്ശേരി. അദ്ദേഹം മിതവാദി ജേണലും അതുപോലെ തന്നെ അദ്ദേഹം എന്ത് വാങ്ങുന്നുണ്ട്? പ്രസ് ശിവശങ്കരൻ ഓഫ് തലശ്ശേരി. തലശ്ശേരിയിലെ ശിവശങ്കരൻ അദ്ദേഹം പ്രസ് ഒക്കെ അദ്ദേഹം വാങ്ങുന്നുണ്ട്. 1913 ഹി ബോട്ട് ദ മിതവാദി ജേണൽ ആൻഡ് പ്രസ് ഫ്രം ശിവശങ്കരൻ ഓഫ് തലശ്ശേരി. ഓക്കെ, അപ്പൊ ഈ ഒരു മിതവാദി ജേണലും അതിന്റെ പ്രസ്സും ഒക്കെ തലശ്ശേരിയിൽ നിന്ന് അദ്ദേഹം 1913 വാങ്ങുന്നു. ഹി ഡെവലപ്ഡ് ഇൻ ടു എ ന്യൂസ് ഡെയിലി ഫ്രം കാലിക്കറ്റ്. ഇറ്റ് വാസ് കോൾഡ് ദ ബൈബിൾ ഓഫ് സോഷ്യലി ഡിപ്രസ്ഡ്. അങ്ങനെ ബൈബിൾ ഓഫ് സോഷ്യലി ഡിപ്രസ്ഡ് എന്നറിയപ്പെടുന്ന ഒരു ന്യൂസ് പേപ്പർ ഡെയിലി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു. ഹി ഡെവലപ്ഡ് ഇൻ ടു എ ന്യൂസ് ഡെയിലി ഫ്രം കാലിക്കറ്റ് എന്നാണ് അതെന്തറിയപ്പെടുന്നു? ഇറ്റ് വാസ് കോൾഡ് ദ ബൈബിൾ ഓഫ് ദ സോഷ്യലി ഡിപ്രസ്ഡ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ താളി റോഡ് സ്ട്രൈക്ക് അഗൈൻസ്റ്റ് വേരിയസ് സോഷ്യൽ പ്രൊജുഡീസസ്, അതിൽ അദ്ദേഹം പങ്കെടുത്ത ആളായിരുന്നു. ആര്? നമ്മുടെ C. കൃഷ്ണൻ. ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് ബാങ്ക് ഇൻ 1909. 1909 കാലിക്കറ്റ് ബാങ്കിന്റെ ഫൗണ്ടർ ആരായിരുന്നു? C. കൃഷ്ണനാണ്. ഈ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ വൈക്കം സത്യാഗ്രഹത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അദ്ദേഹം പിന്നെ കൺവേർട്ട് ടു ബുദ്ധിസം. അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് അദ്ദേഹം കൺവേർട്ട് ചെയ്തു. സ്റ്റാർട്ടഡ് മഹാബോധി ബുദ്ധ മിഷൻ ഇൻ കോഴിക്കോടിൽ മഹാബോധി ബുദ്ധ മിഷനും അദ്ദേഹം തുടങ്ങുന്നു. 1925 1925 ഈ കണ്ടക്ടഡ് മഹാബുദ്ധ കോൺഫറൻസ് അറ്റ് കോഴിക്കോട്. അപ്പൊ മഹാബുദ്ധ കോൺഫറൻസ് കോഴിക്കോടിലൊക്കെ തുടങ്ങുന്നത് ആരാണ്? C. കൃഷ്ണനാണ് കേട്ടോ. C. കൃഷ്ണൻ 1925. 1927 നമ്മുടെ C. കൃഷ്ണൻ എന്ത് ചെയ്യുന്നുണ്ട്? ബിൽഡ് ബുദ്ധ വിഹാര ആൻഡ് പഗോഡ. 1927 ബുദ്ധവിഹാര പഗോഡ ഒക്കെ അദ്ദേഹം സ്ഥാപിക്കുന്നു. ഹി വാസ് നോമിനേറ്റഡ് ടു മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ 1930. 1930 അദ്ദേഹം മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നവോത്ഥാന നായകന്മാരെ അവർ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വർഷങ്ങളൊക്കെ പ്രധാനപ്പെട്ട കേട്ടോ.
ഓക്കെ, അടുത്തത് സി വി കുഞ്ഞിരാമൻ. സി വി കുഞ്ഞിരാമനാണ് 1871 1949 കേട്ടോ. 1871 എവിടെ ജനിക്കുന്നത്? മയ്യനാട്, കൊല്ലം ജില്ലയിലെ മയ്യനാട് 1871. 1904 he was an organizer of സമുദായ പരിഷ്കാര സഭ വിച്ച് took place at പറവൂർ. 1904 അദ്ദേഹം എന്തിന്റെ ഓർഗനൈസറാണ്? സമുദായ പരിഷ്കാര സഭ. എവിടെയാണ്? പറവൂറിലാണ് അത് തുടങ്ങുന്നത്. 1911 സി വി കുഞ്ഞിരാമൻ, ഫൗണ്ടർ ഓഫ് കേരള കൗമുദി. കേരള കൗമുദിയുടെ ഫൗണ്ടറുമാണ് ആര്? സി വി കുഞ്ഞിരാമൻ. എന്നാണ് കേരള കൗമുദി? 1911. അപ്പൊ നമ്മൾ HSA സോഷ്യൽ സയൻസിന്റെ ഇനി ബാക്കിയുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. 81 29 529 102. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ, അതിൻ്റെ PPT നോട്ടുകൾ, അതിൻ്റെ PDF നോട്ട് പ്രിൻ്റ് എടുക്കാനുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും സിലബസ് അനുസരിച്ചുകൊണ്ട് ടോപ്പിക് അനുസരിച്ചുകൊണ്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാനും താഴെയുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെയൊക്കെ ഫുൾ ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും, പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.